ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു പർച്ചേസിങ് ചെയ്യാണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ എൻ്റെ ഫോണിൻ്റെ കവറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ആക്കാണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ വർക്ക് ടൈമിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 4:30 ഡ്യൂട്ടിയാണ്. അപ്പോൾ വേഗം പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം, ആ ലെവലിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് അമർത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് സാലറി വന്ന ദിവസമാണ്. അപ്പോൾ സാലറി കിട്ടി, ഹാപ്പിയായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പർച്ചേസിങ് നമുക്ക് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ വാങ്ങി വരുന്ന പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് വേഗം വരും എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മൾ എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ, സ്കിപ്പ് അടിക്കാതെ കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് പുറത്തിറങ്ങിയപ്പോഴുള്ള അവസ്ഥ. ഭയങ്കര വെയിൽ, എന്താ ചെയ്യേണ്ട അറിയില്ല. പോകണോ പോകേണ്ടതെന്ന് തീരുമാനിച്ച് നിൽക്കുക. പുറത്തിറങ്ങിയപ്പോൾ പോകണ്ടെന്നുണ്ട്, എന്നാൽ പോകണമെന്നുണ്ട്, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. നമ്മളെ കാര്യം നടക്കുവാണോ. എന്തായാലും വെച്ച കാലം മുന്നോട്ട് വെച്ച് നമ്മളിതാവും പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന് ഇങ്ങോട്ട് പോകുന്ന നിൽക്കണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കും. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ചെറിയ വെള്ളം കുടിച്ചിട്ട് പോകുന്ന പരിപാടിയിലാണ്. കാരണം ഇവിടുന്ന് കുറച്ച് നടക്കാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്ത് വലിയ ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ചെറിയ തോതിൽ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് അപ്പോൾ നമ്മളിവിടെ ഷോപ്പിലേക്ക് കയറാൻ പോകും. അപ്പോൾ എൻ്റെ മകളിൽ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് കുടിക്കുക. എന്താ ജ്യൂസ് ഉള്ളതൊക്കെ? ജ്യൂസ് എന്താ ഉള്ളത്? ജ്യൂസ് എന്താ ഇപ്പോൾ ഉള്ളതാണ്? എന്തായാലും നമുക്ക് ഒരു സ്ട്രോബെറി വേണ്ട, നല്ല ജ്യൂസൊന്നും ഇല്ലേ? നല്ല ജ്യൂസ് എന്താ കാണില്ല. നമ്മളിത് പൈനാപ്പിളിൻ്റെ ജ്യൂസ് എടുത്തിരുന്നു. അപ്പോൾ എന്തായാലും പൈനാപ്പിളിൻ്റെ ജ്യൂസ് വാങ്ങി. ശബക്ക മാബി പി ക്യാഷ്. അതെന്തായാലും നമ്മളിവിടെ ഷോപ്പിൻ്റെ ഒരു ഭാഗത്ത് ഇരുന്നിക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഭയങ്കര വെയിലാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പോകണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പോണ ആ ഭാഗത്തായിട്ട് ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നലിൻ്റെ അവിടേക്ക് അങ്ങോട്ട് നടന്ന് പോകണം. ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു ലെഫ്റ്റ് പിടിച്ചാൽ പിന്നെ എന്തായാലും നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യണം. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് ചാടണം. വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ തിരക്ക് കഴിഞ്ഞാൽ നേരെ റോഡ് ക്രോസ് ചെയ്യുക, അപ്പുറത്ത് കിടക്കുക. എന്തായാലും ഗൈസ്, ഞാൻ സിഗ്നലിൻ്റെ അടുത്തെത്തി. നമുക്ക് നേരെ ഈ ഭാഗത്തോട്ട്. അപ്പം നമ്മളിവിടെ എവിടെ നിന്ന് കറക്റ്റ് ഇതറിയില്ല. ഇവിടെ റെസ്റ്റോറൻറ്റ് അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്, നമ്മളെ നോക്കാനും പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയേക്കണം. അപ്പോൾ കറക്റ്റ് എവിടെയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും കുറച്ചും പാടെ നടക്കാണ്ട് അങ്ങോട്ട്. അപ്പോൾ ഗൈസ്, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കൂട് ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു കൂടിട്ട ഭാഗം. ഇത് നമ്മളെ ബസ്സിൻ്റെ ട്രാക്കാണ്. ബസ് ഓടുന്ന ട്രാക്കുണ്ട്, ബസ് സ്റ്റോപ്പിൻ്റെ ആ ഭാഗമാണ് ഈ കാണുന്നത്. മനസ്സിലായോ? ഇനി നടക്കാണ്ട് തോന്നുന്നു, ഭയങ്കര വെയിൽ. എന്തൊരു വെയിലാണ്. അങ്ങനെ ഞാൻ ഷോപ്പിലെത്തിയപ്പോൾ അവിടുത്തെ ഉള്ള ആൾ വേറൊരു പാകിസ്ഥാനായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മൊബൈലിൻ്റെ പൗച്ച് നോക്കാം. ഓക്കെ, പൗച്ച് നോക്കിയിട്ട് നല്ല പൗച്ച് ഉണ്ടെങ്കിൽ പൗച്ച് മേടിച്ചിട്ട് പെട്ടെന്ന് പോകണം.
ടൈമില്ല. അങ്ങനെ അയാൾ അകത്തേക്ക് കയറി കുറച്ച് പൗച്ചൊക്കെ എടുത്തു. പൗച്ച് വലിയ മോഡലും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല പൗച്ച്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് എല്ലാതും നോക്കി. പൗച്ച് നല്ല പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കി. അപ്പോൾ ഒരു പൗച്ച് എടുത്ത്, ഒരു ബ്ലാക്ക് പൗച്ച്. അങ്ങനെ ബ്ലാക്ക് പൗച്ച് എടുത്തിട്ട് അങ്ങനെ ഗൈസ് ഞാൻ ഫോണിൻ്റെ കവറൊക്കെ വാങ്ങി. ഇതൊരു കവറൊക്കെ വാങ്ങി കൊടുക്കുന്നത്. കവറൊക്കെ വാങ്ങി പിന്നെ നേരെ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. എന്തായാലും എനിക്ക് നേരെ ചെന്നിട്ട് ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോകണം. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളും എടുക്കുക. അപ്പോൾ ഇവിടുന്ന് മൊബൈൽ ഷോപ്പിൻ്റെ ഇവിടുന്ന് ഇനി ഡ്രസ്സിൻ്റെ ഷോപ്പിനോട് നടക്കാൻ കുറച്ച് ലോങ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഡ്രസ്സിൻ്റെ ഷോപ്പിൻ്റെ അടുത്തേക്ക് എത്താനേക്കണ്. അപ്പോൾ ഞാൻ അവിടെ ഓപ്പൺ ആയിക്കണോ ഇല്ല അറിയില്ല. ഏകദേശം ഒരു 9:30 ആവും ഓപ്പൺ ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തി. നമുക്ക് ചെന്നാലേ അറിയുള്ളൂ ഓപ്പൺ ആയിക്കണോ ഇല്ല എന്നുള്ളത്. അവിടെ ഒരു സിഗ്നലുണ്ട്. ഈ സിഗ്നൽ നേരെ അപ്പുറത്താണ്. അപ്പോൾ വണ്ടിയൊക്കെ ബ്ലോക്കായി നിൽക്കുന്നുണ്ടല്ലോ, ആ സിഗ്നലിൻ്റെ അടുത്താണ്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഡ്രസ്സിൻ്റെ ഷോപ്പ് വരുന്നത്. എല്ലാതും ഡ്രസ്സ്, ഷൂ, അങ്ങനെ മൊത്തത്തിൽ ഐറ്റംസ് വരുന്നത്. സിഗ്നൽ നേരെ അപ്പുറത്ത് കാണിച്ചരാ. നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പിൻ്റെ ഇവിടെ എത്തിയിട്ടാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതിൽ തന്നെയാണ്. തുറന്നിക്കണോ ഇല്ലെന്ന് അറിയില്ല. പോയൊക്കെയല്ലേ അറിയുള്ളൂ തുറന്നിക്കണോ ഇല്ലെന്നല്ലേ. അപ്പോൾ എന്തായാലും ഓപ്പൺ ആയിരിക്കും എന്ന് വിചാരിക്കണം. ഓപ്പൺ ആവും. പോയോക്കട്ടെ. ഓപ്പൺ ആയിട്ടില്ലേ? ഓപ്പൺ. അപ്പോൾ ഗൈസ് നമുക്ക് കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബൂട്ടുകളൊക്കെ ഉണ്ട്. നല്ല ഇതാ 22 റിയാലുള്ളൂ. ഏതെടുത്താലും 22 റിയാൽ. ഏതെടുത്താലും 22 റിയാൽ. നമുക്ക് പറ്റിയ ബൂട്ടും കാര്യങ്ങളുണ്ട്. നല്ല അടിപൊളി ബൂട്ടാണ്. പിന്നെ അപ്പോൾ നമ്മൾ ടെറഫിൽ കളിക്കുന്ന ബൂട്ടുണ്ട്. ഇഷ്ടം പോലെ ബൂട്ടുകൾ, അടിപൊളി ബൂട്ടുകളുണ്ട്. അപ്പോൾ ഏത് സെലക്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ. പല മോഡലിൽ പല വെറൈറ്റികളിലായിട്ടുള്ള ബൂട്ടുകളുണ്ട്. നമുക്ക് ടെറഫിലേക്ക് കളിക്കാൻ പോകാൻ പറ്റിയ ബൂട്ട് വാങ്ങണം. നല്ലൊരു ബൂട്ട്. ആകെ കൺഫ്യൂഷനായല്ലോ. ഏതെടുക്കും ബൂട്ട്? ഏതാ ബൂട്ട് എടുക്കുക? എന്താ പാട്? എന്താ ബൂട്ട്? എന്താണ് ബൂട്ട് പാട്? ഇതെത്ര ഇഞ്ചാണോ ബൂട്ട്? പിന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ജീൻസിൻ്റെ പാൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പെൺകുട്ടികളുടെ മൊത്തം ഡ്രസ്സുണ്ട്. വലിയൊരു സെക്ഷനാണ് അങ്ങോട്ട്. പെൺകുട്ടികളുടെ ചെരുപ്പ് കാര്യങ്ങൾ മൊത്തം സാധനങ്ങളുണ്ട്. അടിപൊളി. അപ്പം എന്താ ഇതൊന്നും എടുക്കാമെന്നല്ലേ നമുക്ക് പറ്റിയ എല്ലാം ഉണ്ട്. ക്യാപ്പുണ്ട്, എല്ലാ സാധനമുണ്ട്. ബെൽറ്റ്, ഫുള്ള് സാധനങ്ങളുണ്ട്. പാൻറ്റുകൾ, ഷർട്ടുകൾ എല്ലാം ഉണ്ട്. വെറും 22 റിയാൽ. ഏതെടുത്താലും 22 റിയാൽ.
അപ്പോൾ എന്തായാലും ഇതൊന്നും എടുക്കാവുന്നതല്ലേ ഞാൻ എന്തായാലും എനിക്ക് ഒരു ബൂട്ട് വാങ്ങണം വിചാരിക്കുന്നുണ്ട്. കളിക്കാൻ പോകുമ്പോഴാണ് ബൂട്ട് വേണം. ടർഫ് ഒരു ബൂട്ട് വാങ്ങിക്കണം. നമ്മൾ ബൂട്ട് വാങ്ങി, നമുക്ക് കളിക്കാനുള്ളൊരു ബൂട്ട് വാങ്ങി. അങ്ങനെ ഗെയ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ സെറ്റാക്കി വാങ്ങി. ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകാൻ പരിപാടിയില്ല. അപ്പോൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില്ലാതെ ഇവിടെ വേറെ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഷോപ്പിലാവുമ്പോൾ കുറച്ച് ഓഫറും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്മളെ സാധനത്തിന് ക്വാളിറ്റി കുറവും കാര്യങ്ങളാവുന്നില്ല. നല്ല അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ ഇവിടുന്ന് വന്നിട്ട് നമ്മളെ ഷൂ അതേമാതിരി പാൻറ്റ് സാധനങ്ങളൊക്കെ ഫുള്ള് ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഫുള്ള്. ഇതിൻ്റെ സൈഡിലുള്ള വേറെ ഷോപ്പുകളാണ്. ടോയ്സിൻ്റെയും ഈ മൊത്തത്തിൽ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അപ്പുറത്തുള്ള ഈ ഷോപ്പിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ടല്ലോ, ഇത് ഫുള്ള് ഇതിൽ കുട്ടികളെ കളിക്കുന്ന സാധനങ്ങളും മൊത്തം ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ ഡ്രസ്സും കാര്യങ്ങളും അത് വേറെ. അപ്പോൾ എന്തായാലും നടത്തൊന്ന് സ്പീഡാക്കണം വേഗം, ഇല്ലാന്നുണ്ടെങ്കിൽ വെയിലത്ത് നിന്ന് നമ്മളെന്ത് ചെയ്യും ഉരുകിപ്പോവും. അപ്പോൾ വേഗം റൂമിൽ ചെല്ലണം. റൂമിൽ ചെന്നിട്ട് വേണം വേഗം ഉറങ്ങാനുള്ള പരിപാടി നോക്കണം. 4:30 ഡ്യൂട്ടിയിലാണ്. ഇപ്പോൾ ടൈം 10 മണിയായി. എനിക്ക് രാത്രി ഡ്യൂട്ടി ആയ കാരണം നമുക്ക് പകൽ ഉറങ്ങുന്ന ടൈമാണ് കിട്ടുള്ളൂ. പകൽ നമുക്ക് പുറത്ത് പോകാൻ നടക്കില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മളെ കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ പിന്നെ അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ എന്തായാലും നമ്മളെ റൂമിൻ്റെ ഏകദേശം അടുത്തെത്താനായി. നടന്നു അല്ലാതെ വെയിൽ കൊള്ളാമില്ല. കാരണം ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് സൈഡിൽ കൂടെ നടന്നു പോരാ. അപ്പോൾ വലിയ വെയിലും കാര്യങ്ങളൊന്നും കൊള്ളേണ്ട ആവശ്യമില്ല. എൻ്റെ റൂം അടുത്തെത്താനായി. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ റൂമിൽ എത്തിക്കഴിഞ്ഞതാ. നമ്മളെ ഫ്ലാറ്റ് ഇതാണ്. അപ്പോൾ എന്തായാലും പോയി ഒരു 1 അവറിനുള്ളിൽ ഞാൻ തിരിച്ചെത്തി. ഓക്കെ, ഇവിടെ അടുത്തായ കാരണം പെട്ടെന്ന് തിരിച്ചെത്തി നമ്മൾ. അതുകൊണ്ട് തന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ പെട്ടെന്നായിട്ട് വേഗം എത്താൻ പറ്റി. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലാറ്റിലേക്ക് കയറിക്കണേ. അപ്പോൾ ഗെയ്സ് ഞാൻ എൻ്റെ ഷോപ്പിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് തിരിച്ചെത്തി. ഒക്കെ വെയിൽ കൂടെ നടന്നിട്ട് ടയേർഡായി. അപ്പോൾ എന്തായാലും ഗെയ്സ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.